everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കിയാലോ. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണിത്. കഴിഞ്ഞ ദിവസം റവ ഉപയോഗിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ കറി ഞാൻ തയ്യാറാക്കിയത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഈ പെരിഞ്ജീരകം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് സവാളയാണ്. 3 സവാളയാണ് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഈ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് ഞാൻ പല ചിക്കൻ കറികളുടെയും റെസിപ്പികളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. നാടൻ ചിക്കൻ കറിയുടെയും ചിക്കൻ റോസ്റ്റിൻ്റെയും ചിക്കൻ വിന്താലുവിൻ്റെയൊക്കെ റെസിപ്പികൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി തരാൻ മറക്കരുതേ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ചേർത്തത്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചേർത്ത ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് എങ്കിലും ഈ പൊടികൾ ചേർത്തിട്ട് നല്ലതുപോലെ ചെറിയ തീയിലൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഈ തക്കാളി ഈ മസാലയുമായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തുടഞ്ഞു വരണം. അപ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. തക്കാളി ഇവിടെ പാകത്തിന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഈ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർക്കാനുള്ളത്. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഈ മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇവിടെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ചിക്കനിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമാണ്. ഞാൻ ആദ്യം ഈ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചാറോടുകൂടി തന്നെയാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം.
ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെയൊക്കെ അളവിൽ മാറ്റം വരുത്താം. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ നിറച്ചും നോർമൽ ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടാതെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ചേർത്തത്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് എരിവിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം. ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കറി ഒരല്പം കൂടി ഒന്ന് കുറുകി വരാനുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാനുണ്ട്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചാറൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നല്ല കുറുകിയ ചാറോട് കൂടിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.